എടാ അവരൊക്കെ ഇപ്പൊ അവിടെ എത്തിണ്ടാവട്ടോ. എന്തേ രാഘവേട്ടനെ കാണാത്ത? രാഘവേട്ടൻ ഒരു ദിവസവും സമയം പറ്റും. നമുക്കാണ് പോയാലോ? നമുക്ക് പോവാ. അല്ലേ വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ അങ്ങടെ പോണ നോക്കിട്ട് പോവാ. ഹലോ, ആ എന്താടാ? ആണോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ലടാ, ഞാൻ ഓപ്പൺ ചെയ്തില്ല, അതായിരിക്കും. വീഡിയോ ആണോ? ആ, ഇന്നലെ നോക്കടാ. ഇന്നലെ നോക്കാന്ന് പറഞ്ഞില്ലേ? ആ, ഹസ്ബൻഡ് എന്ത് പറയണു? ആ, ഞാൻ അന്വേഷിച്ചെന്ന് പറയട്ടാ. ഓക്കെ, ശരി. നീ കേട്ടില്ലേ? അവള് ഡാന്ന് വിളിച്ചിട്ടാ സംസാരിച്ചിരുന്നേ. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്ത് പറയണോന്ന്. ഏതൊക്കെ മുതല് ഓളെ വിറ്റ കായ് നമ്മളെ കൈമിലുണ്ട്. പിന്നല്ല. അതാരത്? എന്താ പോളൊക്കെ ഒരു കാല്. ഒരു കാമുകനോട് സംസാരിക്കുന്നു, വേറൊരുത്തൻ്റെ കൂടെ വണ്ടി പോണ്. വല്ലാത്ത പെടപ്പന്നെ കേട്ടോ. ഏതാ ഈ പെണ്ണ്? ഏതാ പെണ്ണെന്നോ? ആ, സുമേഷ് ചേട്ടൻ്റെ മോള് മണ്ടു. ഏത് സുമേഷ് ചേട്ടൻ്റെ? നമ്മളെ കേക്കല്ലേ, തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടിയോ? ആ ചേടാ, ഈ പെണ്ണ് ഇത്ര വലുതായോ? അല്ലേ, ഓള് ഇവിടുന്ന് +2 കഴിഞ്ഞപ്പോ എന്തോ പഠനത്തിന് അങ്ങോട്ട് പോയതാ. അപ്പൊ വന്നപ്പോ വളർന്ന് പന്തിരിച്ചിരിക്കുന്നു. വെറുതെ അല്ല ഈ പെണ്ണ് ഇങ്ങനെ കാണിക്കണേ. സുമേഷ് ചേട്ടൻ്റെ അല്ലേ മോള്? അതിന്റെ സുമേഷ് ചേട്ടൻ എന്തോയപ്പോ? അത് ശരി. അപ്പൊ ഈ സുമേഷ് ചേട്ടൻ എങ്ങനെ കല്യാണം കഴിച്ചെന്ന് അറിയാം? ഒരു ദിവസം എല്ലാരും കൂടിയിട്ടേ പിന്നെ 3 ദിവസത്തേക്ക് അല്ലടോ, നമ്മുടെ സുഗതനും ഇതും അവിടെ വരാന്ന് പറഞ്ഞാണല്ലോ. ഓ, വരാന്ന് പറഞ്ഞിപ്പോ വാക്ക് പാലിക്കണ ആളുകളുമാണ് രണ്ടും. ഈ സുഗതന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടാ. ആള് വെടുപ്പല്ല. പുതിയൊരു പണി തുടങ്ങിക്കണേ. എന്താണ്? കൃഷി. അത് നല്ലല്ലടാ. നമുക്ക് ആൾക്കാരനെ കൃഷി 50-100 വെച്ചിട്ട് പിരിവെടുക്കണേ. അതൊക്കെ വെച്ച് നോക്കൂ. മൊയ്ത് അത്ര കുഴപ്പമില്ല, ഇച്ചിരി മേനുണ്ട്. എന്ത്? അവനെപ്പോലത്തെ ഒരു വൃത്തികെട്ടവൻ ഈ നമ്മുടെ പ്രദേശത്തില്ല. എന്താണ്? ഭാര്യനെ പേടിയാണെന്ന്. ഭാര്യ അങ്ങാട് കടക്കരുന്ന് പറഞ്ഞ അവൻ കടക്കൂല. പിന്നെ അവന്റെ ഭാര്യ എന്നല്ല, മറ്റേ നസീമ. ഭാര്യ നസീമ അവിടെ എന്തോ പാല് കറക്കാൻ വന്ന ഒരു ബംഗാളിയായിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അതെ, ഞാൻ ഒരു കാര്യം പറയും. നമ്മളിതൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ ചിച്ച് കണ്ടിട്ടില്ലല്ലോ. കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുത്താൻ നിൽക്കണം. എന്തിനാ വെറുതെ എന്റെ അഭിപ്രായം പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ പറയാണ്, ഈ ബംഗാളികൾക്ക് നമ്മൾ മലയാളി പെണ്ണുങ്ങളോട് ഒരു ഇത് ഉള്ളതാ. ആയിക്കോട്ടെ, നമ്മളൊന്നും പറയാൻ ഒന്നും നിൽക്കണ്ട. സംഗതി ഇപ്പൊ അവൻ ബംഗാളിയില് ഒന്നും കൂടി ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. ഇവള് മലയാളത്തിലൊന്നും അങ്ങോട്ടും ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. മതിയല്ലോ. അല്ല, അതിനൊക്കെ പറ്റിയ ആളുമാണ് ഓളെ.